യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറമ്പിൽ വന്ന് പറമ്പിൽ വന്നിട്ട് കുറേ നേരം കേട്ടോ, ഏലത്തിന് മണ്ണിടുവാണ്, വളമിടണം. അപ്പോൾ എനിക്ക് ദാഹിക്കുന്നുണ്ട്, കുടിവെള്ളം വേണം. ഇവിടെ നമുക്ക് കുടിവെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഇടണം. അപ്പോൾ ഞാൻ വെള്ളം വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇടാനുള്ള സംഭവം എന്തെങ്കിലും വേണം. തുളസി ഇലയോ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കാം ഇന്ന്. ആഹാ, കിട്ടിപ്പോയി. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിക്കേ, ശംഖുപുഷ്പം. ഇതിൽ പരം ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം നമുക്ക് കുടിവെള്ളത്തിനകത്ത് ഇടാനായിട്ട് നമുക്കുണ്ടോ ഗൈസ്? ഇതുപോലെ ഇതിനേക്കാൾ നല്ലതുണ്ടോ? അപ്പം നമുക്ക് എൻ്റെ ശംഖുപുഷ്പത്തിൽ നിന്നും ഇനി എനിക്ക് എന്നും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനുള്ള ശംഖുപുഷ്പം കിട്ടും. അപ്പോൾ നമുക്ക് ഇതിട്ടുന്ന് വെള്ളം തിളപ്പിക്കാം. എൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ടോ? എന്ത് ഭംഗിയാ നോക്കി. ഇതെന്താ? ഞാൻ ഈ വേനൽക്കം ഉണ്ടല്ലോ, ഇതിനെയൊക്കെ സംരക്ഷിക്കാനാണ് ഞാൻ ഈ 9 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഞാൻ വരുന്നത്. കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, വെറൈറ്റി ചെടികളൊക്കെയാണ്. വെള്ള ജമന്തിപ്പൂ കണ്ടാ. അടുത്തുള്ള ഒരു ചേച്ചിയുടെ മുറ്റത്ത് നിന്നപ്പോൾ ഒരു തൈ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നെയാണ്. പിന്നെ എൻ്റെ മറ്റൊരു സുന്ദരിപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഇത് ഞങ്ങൾ കട്ടപ്പന പോയപ്പോൾ 5 കളറുള്ള ഒരു കൊല കെട്ട് വിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ 2 കളർ എനിക്ക് കിട്ടുള്ളൂ ഗൈസ്. മറ്റൊരു കളറ് ഇത് മഞ്ഞ. ഇത് കുറേ നാളായതാണ് കേട്ടോ, ഇത് പോകാറായി. പോരെ? 2 ശംഖുപുഷ്പം മതി. ഈ ഒരു കാലം വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുഴുവൻ ഈ വെള്ളം കുടിക്കും കേട്ടോ. നിങ്ങളെ കാണിക്കുന്നതേ, നിങ്ങളിതുപോലെ ചെയ്യണം. വേനലാണ്, ഒരു ദിവസം 8 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര ഒന്നും വേണ്ടെന്നേ. ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുവാണെങ്കിൽ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇതാണ്. നമ്മൾ ഏലത്തിനകത്ത് പണിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനൽ മറക്കാതെ കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.